നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സുകൾ നോക്കിയിട്ടും ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ? എന്തുകൊണ്ടാണതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും ലോ ലെവലിലായിരിക്കുന്നത് കൊണ്ടോ ആയിരിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പറയും രാവിലെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഇന്ന പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ്, നിങ്ങളുടെ വിചാരങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇൻവോൾവ് ആകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിരിക്കും, നിങ്ങൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബസ് ലേറ്റായി, അതോ അവിടെ പ്രശ്നം, ബസ്സിൽ കയറി ഒരു യാത്രക്കാരനുമായിട്ട് അല്ലെങ്കിൽ കണ്ടക്ടറുമായിട്ട് വഴക്കുണ്ടാക്കി, അവിടെ പ്രശ്നം, ജോലി സ്ഥലത്ത് ചെന്നാലോ അവിടെയും പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ അപ്പോഴത്തെ ഇമോഷൻസ് ഒക്കെ ഒന്ന് എന്തായിരിക്കാം? ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പം വൈരാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ വെറുപ്പായിരിക്കാം. മൊത്തത്തിൽ നിങ്ങളൊരു നെഗറ്റീവ് സ്റ്റേറ്റിലായിരിക്കാം. നിങ്ങൾ വൈകിട്ട് വീട്ടിൽ വരുന്നു, രാത്രി കിടക്കുന്നതിന് മുമ്പ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതാണ് നിങ്ങളുടെ ഒരു ഡെയിലി ഒരു റൊട്ടീൻ എന്ന് വെച്ചാൽ നോക്കിക്കോ. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, ഇതിൽ എത്ര വട്ടം നിങ്ങൾ എത്ര നേരം 24 മണിക്കൂറിനകത്ത് എത്ര നേരം നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നു, എത്ര നേരം നിങ്ങൾ നെഗറ്റീവായിട്ടിരുന്നു, അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ രാവിലെ അരമണിക്കൂറും വൈകിട്ട് അരമണിക്കൂറും ചെയ്ത പ്രാക്ടീസിന്റെ സമയത്ത് നിങ്ങൾ പോസിറ്റീവായിരുന്നിരിക്കും 1 മണിക്കൂർ. ബാക്കി 23 മണിക്കൂറിൽ നിങ്ങൾ മൊത്തവും നെഗറ്റീവ് ഇമോഷൻസിലായിരുന്നു, അതായത് ലോ ലെവൽ എനർജി അല്ലെങ്കിൽ ലോ വൈബ്രേഷനിലായിരുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താതെ നിങ്ങൾ എന്താഗ്രഹിച്ചാലും നടക്കാൻ പോകുന്നില്ല. അതായത് നിങ്ങളുടെ ലോ ലെവൽ വൈബ്രേഷനിൽ നിന്ന് അസൂയ, കുശുമ്പ്, ദേഷ്യം, വഴക്കിടുക, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ വൈബ്രേഷനെ നിങ്ങൾ എപ്പോൾ ഉയർത്തുന്നുവോ അപ്പോൾ തൊട്ട് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാജിക്കായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. എത്തിപ്പെടാമായിരിക്കാം, പക്ഷെ ഒരുപാട് വർഷങ്ങൾ എടുക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കൂടി അതിനൊപ്പം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ എന്താണ് വേണ്ടത്? നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അതായത് ആഹാരം മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന ചിന്തകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഹാരം നല്ലത് കഴിച്ചാൽ നിങ്ങൾക്ക് വൈറ്റമിൻസ് കിട്ടും, നിങ്ങൾക്ക് എനർജി കിട്ടും, നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും. നല്ല ചിന്തകളെ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ആരോഗ്യം കിട്ടും. മനസ്സിന്റെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻ്റ്. ശരീരത്തിന്റെ ആരോഗ്യത്തിനേക്കാൾ കൂടുതലും മനസ്സിന്റെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻ്റ്. മനസ്സാരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം പകുതി ആരോഗ്യത്തോടിരിക്കും. പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ പണ്ടുള്ളവര്? അതായത് മനസ്സിന് സമാധാനമില്ലാതാകുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിന് അസുഖങ്ങൾ പെട്ടെന്ന് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ കടന്നു പോകുന്നു എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് ആരൊക്കെ വരണം എന്ന് നിങ്ങൾ നോക്കില്ലേ? അതായത് നിങ്ങളുടെ വീടിന് നിങ്ങളൊരു മതിൽ കെട്ടിയിട്ടുണ്ടായിരിക്കും, ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കാം, ഒരു കോണിംഗ് ബെല്ലും വെച്ചിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ വീട്ടിൽ ഗേറ്റ് കടന്ന് ആര് കയറണം, ഗേറ്റ് കടന്നു വരുന്ന വ്യക്തി കോളിംഗ് ബെല്ല് അടിച്ചാലും എത്ര പേർക്ക് അകത്ത് കയറണം എന്ന് നിങ്ങൾ തന്നെ ഒരു ഫിൽട്ടർ ഉണ്ട്, ഇല്ലേ? പത്രം കൊണ്ടുവരുന്ന ചേട്ടൻ ഗേറ്റിന് പുറത്തു നിന്ന് പത്രം ഇട്ടിട്ട് പോകും. പാല് കൊണ്ടുവരുന്ന ചേട്ടൻ എന്ത് ചെയ്യും? ഗേറ്റ് തുറന്ന് പാല് കൊണ്ടുവന്ന് സിറ്റൗട്ടിൽ വെക്കും. ഇപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ ഡെലിവറി ചെയ്യുന്ന വ്യക്തി, അവർ വന്ന് കോളിംഗ് ബെല്ല് അടിച്ച സാധനം തന്നിട്ട് പോകും. നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധു കോളിംഗ് ബെല്ല് അടിക്കും, നിങ്ങളുടെ വീടിനുള്ളിൽ വരും, അല്ലേ? അവിടെ നിങ്ങളൊരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആര് വരണം എന്നൊരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന് നിങ്ങളൊരു ഫിൽറ്റർ ഇടാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വീടിനേക്കാളും വളരെയധികം വിലപിടിപ്പുള്ളതല്ലേ നിങ്ങളുടെ മനസ്സ്? നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ എന്തുകൊണ്ട് ഫിൽറ്റർ ഇടുന്നില്ല? ആരൊക്കെ നമ്മളുടെ കൂടെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, അതിൽ എന്ത് നിങ്ങൾ കേൾക്കണം? ആർക്കും എന്തും സംസാരിക്കാം, അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്ത് നിങ്ങൾ കേൾക്കണം എന്നുള്ളതും എന്ത് നിങ്ങളുടെ മനസ്സെടുക്കണം എന്നുള്ളതും
അത് നിങ്ങളുടെ കയ്യിലാണ്, അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടടുത്ത് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. നോ എന്ന് പറയേണ്ടടുത്ത് വളരെ ബോൾഡായിട്ട് നോ എന്ന് തന്നെ പറയുക. നിങ്ങളുടെ ജോലി സ്ഥലത്തിൽ എല്ലായിടത്തും അതേപോലെ ആയിരിക്കാം. ഒരു കോഫി ബ്രേക്കിലോ അല്ലെങ്കിൽ ഒരു ലഞ്ച് ബ്രേക്കിലോ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് കാണും. അവരവിടെ ഇരുന്നിട്ട് അസൂയ, കുശുമ്പ്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അമ്മായിയമ്മയുടെ കുറ്റം, മരുമകളുടെ കുറ്റം, അപ്പുറത്തെ വീട്ടുകാരുടെ കുറ്റം, ഇപ്പുറത്തെ വീട്ടുകാരുടെ കുറ്റം, കുറ്റങ്ങൾ മാത്രം പറയുന്ന വ്യക്തികളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെപ്പോഴും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാവും. നിങ്ങളും പിന്നെ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ അതിലെല്ലാം കുറ്റങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എന്താണ് വേണ്ടത്? നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് ഇൻവോൾവ് ആവാതിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കതൊരു നെഗറ്റീവാണ്, മറ്റുള്ളവരുടെ കുറ്റമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പതിയെ അവിടുന്ന് നിങ്ങൾ വലിയുക. എന്തെങ്കിലും ഒരു കാരണം പറയുക. വാഷ്റൂമിൽ പോകണമെന്നോ ഫോൺ അറ്റൻഡ് ചെയ്യണമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുക. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് പറയും, എനിക്ക് ഈ ടോപ്പിക്കിനകത്ത് താല്പര്യമില്ല. ഒരാളുടെ കുറ്റം എൻ്റെ അടുത്ത് വന്ന് പറയേണ്ട കാര്യമില്ല, എനിക്ക് താല്പര്യമില്ല കേൾക്കാൻ. ഡയറക്റ്റ് ഞാൻ പറയും. ഞാൻ വളരെ ബോൾഡാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ബോൾഡായിരിക്കുക. നമ്മൾ ബോൾഡ് ആകാതിരുന്നു കഴിഞ്ഞാൽ വരുന്നവരും പോകുന്നവരും എല്ലാം നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനിരുന്നു കഴിഞ്ഞാൽ വരുന്നവരും പോകുന്നവരും ഒക്കെ നിങ്ങളെ ചീത്ത വിളിക്കും. വരുന്നവരും പോകുന്നവരും അവരുടെ ദേഷ്യവും എല്ലാം നിങ്ങളുടെ അടുത്തായിരിക്കും കാണിക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങളൊരു ബോൾഡായ ഒരു വ്യക്തിയായിട്ടിരുന്നു കഴിഞ്ഞാൽ ആരും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും പുറമേ ഇരുന്ന് പറയുമ്പോൾ അവള് അഹങ്കാരിയാണ്, അവള് തൻ്റെടിയാണ്, അവരങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ലല്ലോ. പക്ഷെ മറിച്ച് നിങ്ങളൊരു വളരെ സെൻസിറ്റീവായിട്ടൊരു പാവമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികൾ തന്നെ അവരുടെ ജോലികൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവർക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടും. അവർക്ക് മറ്റുള്ളവർക്കുള്ള ദേഷ്യം നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരിക്കുക, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ. നിങ്ങൾ എപ്പോഴും ബോൾഡായിട്ടിരിക്കാൻ നോക്കുക. എൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഞാൻ പറയും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതല്ല നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിയെ അതിൽ നിന്ന് വലിയ, നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും പതിയെ ഇൻവോൾവ് ആകാതിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ, നെഗറ്റീവായിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാക്സിമം കട്ട് ഡൗൺ ചെയ്യുക. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഫ്രണ്ട്സിനെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട ആളുകളെ ഫ്രണ്ട്സ് ആക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കാറുണ്ട്. അവരുടെ ക്യാരക്ടർ ഞാൻ നോക്കാറുണ്ട്. അവർ വളരെ നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണ്, എപ്പോഴും കുറ്റങ്ങളും പരിതാപങ്ങളും കഷ്ടപ്പാടുകളും മാത്രം പറയുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അവിടെ ഒരു ഹായ് ബൈ ഫ്രണ്ട്ഷിപ്പ്, ഹായ് ബൈ റിലേഷൻ മാത്രമേ കാണത്തുള്ളൂ. കാണുമ്പോൾ ഹായ് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കും. എനിക്ക് വളരെ നല്ല മനസ്സുള്ള, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ നല്ലൊരു ഫ്രണ്ടാക്കി നിർത്തും. അപ്പം നിങ്ങൾ ആലോചിക്കും, അങ്ങനെയുള്ള ഈ നെഗറ്റീവ് പറയുന്നവർക്ക് നിങ്ങളൊരു ഹെൽപ്പല്ലേ ചെയ്യേണ്ടതെന്ന്. എപ്പോഴും ചിന്തിക്കുക, നെഗറ്റീവുള്ള ആളുകളോട് നിങ്ങൾ എത്ര പോസിറ്റീവ് ആണെങ്കിലും പതിയെ നെഗറ്റീവായി തുടങ്ങും. അവരെ നിങ്ങൾ തിരുത്താൻ നടക്കും തോറും നിങ്ങളായിരിക്കും തിരുത്തപ്പെടുന്നത്. നിങ്ങൾ നെഗറ്റീവിലേക്ക് പോകുമെന്നല്ലാതെ അവർ പോസിറ്റീവിലേക്ക് വരിക എന്നുള്ളത് ഭയങ്കര ചെറിയ ഒരു പേഴ്സൺ. അവർക്ക് തോന്നിയിട്ട് അവർ വന്ന് അറ്റൻഡ് ചെയ്യുകയാണ് ഒരു ക്ലാസ്, അല്ലെങ്കിൽ തോന്നിയിട്ട് അവർക്ക് മാറണം എന്ന് തോന്നിയിട്ട് വരികയാണെങ്കിൽ ഓക്കെ. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് അവരെ നന്നാക്കാൻ നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് ഒരു ദിവസം നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് കിടന്നുറങ്ങുന്നവരെ ഒന്ന് നോക്കുക. നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് ചിന്തകൾ ചിന്തിച്ചു, പോസിറ്റീവ് ചിന്തകൾ ചെയ്തു, അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, അത് എപ്പോഴും എല്ലാം എഴുതാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ അതല്ല, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് നോട്ടായിട്ട് സേവ് ചെയ്താലും മതി. പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങളുടെ ചിന്തകൾ എന്തായിരുന്നു ഒരു 24 അവർ, അല്ല രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് കിടക്കുന്നത് വരെ. ഈ ചിന്തകളിൽ നിങ്ങൾ തന്നെ നോക്കുക, എത്ര പോസിറ്റീവ് ചിന്തകളുണ്ട്, എത്ര നെഗറ്റീവ് ചിന്തകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഏതാണ് കൂടുതൽ. നിങ്ങളുടെ മൈൻഡ് ആ ലെവലിലാണ്. പോസിറ്റീവ് ചിന്തകളാണ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ലെവലിലാണ്, അതല്ലെങ്കിൽ ഹൈ വൈബ്രേഷൻ ലെവലിലാണ്. നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്റ്റേജാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നെഗറ്റീവ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നിന്നും മുകളിലേക്ക് നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്തുക. വൈബ്രേഷൻ എങ്ങനെയാണ് ഉയർത്തുന്നത്? സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ മറ്റുള്ളവരിൽ നിന്നും കംപ്ലൈന്റുകൾ, കുറ്റങ്ങൾ, അസൂയകളൊന്നും കേൾക്കാണ്ടിരിക്കുക. മറ്റുള്ളവരുടെ അടുത്തും അസൂയയും കുശുമ്പും ഒന്നും കാണിക്കാതിരിക്കുക. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തിന്റെ പിന്നിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡ് എപ്പോഴും ഉണ്ടായിരിക്കാം.
നിങ്ങൾ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ അന്ന് നിങ്ങൾ 9 മണിക്കത്തെ ബസ്സിനാണ് എന്നും പോകുന്നത്, അന്ന് ആ ബസ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ചിലപ്പം ആ ഒരു ബസ് കിട്ടാത്തതിന് കാരണം എന്തെങ്കിലും ഒരു കാരണം കാണും, ഒരു പോസിറ്റീവായിട്ടൊരു കാരണം കാണും. പക്ഷെ നമ്മൾ എപ്പോഴും അതിനകത്ത് ആ ബസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ലേറ്റായി എന്നേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ആ ഒരു ബസ്സിനകത്ത് പോയപ്പോൾ ആ ഒരു ബസ്സിന് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ ബസ് കിട്ടാതിരുന്നത് ഒരു നല്ല കാര്യം തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് ആണെന്ന് തോന്നിയ ഒരു സംഭവം പിന്നീട് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു പോസിറ്റീവായ സൈഡ് ഉണ്ടാകും, അല്ലെങ്കിൽ അത് നടക്കാതിരുന്നത് എനിക്കൊരു നന്മയ്ക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? താഴെ കമന്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ്പ് ഓൺ വാച്ച് മൈ വീഡിയോ. പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട്. പഴയ വീഡിയോകളെല്ലാം ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.